ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിയോജക മണ്ഡലത്തിലേക്ക് നമുക്കൊന്ന് പോകാം. 2016 BJP പിടിച്ചെടുത്ത മണ്ഡലം 2021 നഷ്ടപ്പെട്ടു. 2026 പിടിച്ചെടുക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടുകൂടി BJP മുമ്പോട്ട് പോവുകയാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്വയം പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞു. ബാക്കി 139 ഇടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. നേമത്ത് രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത് എന്നുറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ ആരെ എന്നുള്ളതിനെ ചൊല്ലി നിയമസഭയിൽ പോലും വലിയ വാക്പോരും നടത്തുകയുണ്ടായി. അതിൽ പ്രധാനി ശിവൻകുട്ടി തന്നെയാണ്. ശിവൻകുട്ടി മത്സരിക്കാൻ ഇറങ്ങുമോ, കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കും, നമ്മുടെ പഴയ കെ മുരളീധരൻ തന്നെ കടന്നു വരുമോ, അതോ മുട്ടട വാർഡിലെ കൗൺസിലർ വരും എന്നും ഒക്കെ പറയുന്നുണ്ട്. ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷെ രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം എളുപ്പമാണ്. നമ്മൾ കേരളം എപ്പോഴും ഇന്ത്യയിലെ മുന്നോക്കമാണ്, നമ്മളാണ് ഇന്ത്യയെ നയിക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ ഒരു 10-30 വർഷത്തിന് മുമ്പ് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ്. ഈ പൊളിറ്റിക്കൽ വർക്കിൽ ഒരു യൂണിവേഴ്സിറ്റി MBA നടത്താൻ തുടങ്ങി. പൊളിറ്റിക്കൽ വർക്കിൽ അതിൽ ആ കോഴ്സിൽ ചേർന്ന പലരും വലിയ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളായിരുന്നു. കാര്യം അവരുടെ അടുത്ത തലമുറയെ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമ്മുടെ ശിവൻകുട്ടിയെ മാതിരി മുണ്ട് മടക്കി കുത്തുന്നതും പിന്നെ തലയിൽ തുണി കെട്ടി പിന്നെ CITUവിൻ്റെ മോഡലിൽ സൈഡിൽ ഇരിക്കുന്നു അല്ല പൊളിറ്റിക്സ് എന്നുള്ള കാര്യം അവർ നേരത്തെ പഠിച്ചു. ഇപ്പം നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും വലിയ നേതാക്കളിൽ പലരും ഇത്തരം കോഴ്സുകൾ പഠിച്ചവരാണ്. കാര്യം ഇതിനകത്ത് വെറുതെ രാഷ്ട്രീയക്കാർ പറയുന്ന അല്ല, നമ്മുടെ മാപ്രകൾ പറയുന്ന പ്രവചനം മാത്രം കണ്ടിട്ട് മുണ്ടും മുടക്കി കുത്തി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രശേഖർ വഴിയും കുത്തി വീണ്ടും ബാംഗ്ലൂരേക്ക് പോകേണ്ടി വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം നമ്മൾ നിയമം എന്തുകൊണ്ട് പിടിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കണം, തിരിച്ച് കിട്ടാൻ എന്ത് വേണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്ന് BJPയെ അനുകൂലിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയത്തില്ല, വളരെ ശക്തി കുറഞ്ഞ ഒരു ഘടകകക്ഷി നേതാവിനെയാണ് UDF നേമത്ത് പരീക്ഷിച്ചത്. നേമം എന്ന് പറയുന്ന മണ്ഡലം നേരത്തെ വെങ്ങാനൂർ ഭാസ്കരൻ MLA ആയിരുന്ന CPMൻ്റെ വെങ്ങാനൂർ ഭാസ്കരൻ MLA ആയിരുന്ന മണ്ഡലമായിരുന്നു. ശക്തൻ നാടാർ MLA ആയിരുന്ന മണ്ഡലമായിരുന്നു. അപ്പം നാടാർ കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു നേമമണ്ഡലം. നേമമണ്ഡലത്തിൻ്റെ ജിയോഗ്രഫി അങ്ങനെയാണ്. ആ നേമമണ്ഡലത്തിൻ്റെ കൂടെയാണ് പിന്നീട് നമ്മൾ ഭീമാപ്പള്ളി എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശ് കോളനിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പുനർനിർണയം വരും. അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സുരേന്ദ്രൻ പിള്ള എന്ന വളരെ വീക്കായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് നമ്മൾ ജയിച്ചു കഴിയുന്നത് ഇന്ത്യ സിംബാബ്വെ തോപ്പിച്ചു എന്ന് പറയും പോലെയാണ്. സിംബാബ്വെ തോപ്പിക്കാൻ വലിയ ഇന്ത്യയുടെ ടീമിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ B ടീമിൻ്റെ ആവശ്യവും. ആ ഒരു അവസരത്തിലാണ് O രാജഗോപാൽ ജയിച്ചു പോയതാണ്. ജയിച്ചു പോയതാണ്. കാര്യം സുരേന്ദ്രൻ പിള്ള അങ്ങനെ ഒരു പാർട്ടിക്കും വിജയ സാധ്യതയുള്ള നേതാവായിട്ട് ആരും കണക്കാക്കാതെ വന്നപ്പോഴത്തേക്ക് കൂടുതൽ വിജയസാധ്യതയുള്ള ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അവർ O രാജഗോപാലിനെ ജയിപ്പിച്ചതാണ്. അടുത്ത തവണ വീണ്ടും ഘടകകക്ഷികൾക്ക് ഈ സീറ്റ് പോകുമെന്ന് കണ്ടപ്പോഴത്തേക്കാണ് ശക്തനായ ഒരു നേതാവ് വരണം എന്ന് പറഞ്ഞിട്ട് കെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു മാരാർ സമുദായ നേതാവിനെ കൊണ്ട് അവിടെ നിർത്തി. അദ്ദേഹം അവിടുന്ന് BJPക്ക് കിട്ടേണ്ട കുറച്ച് വോട്ട് പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് കവിഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കേരളത്തിൻ്റെ ഒരു ശാപമായിട്ട് മാറിയ ഒരാളെ അവിടെ നമുക്ക് ജയിപ്പിക്കാൻ സാധിച്ചു അദ്ദേഹം. അപ്പോൾ വീണ്ടും രാജീവ് ചന്ദ്രശേഖർ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് പറ്റുന്ന ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റിന് പറ്റുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റിൽ കിട്ടുന്ന വോട്ടുകൾ അസംബ്ലിയിൽ കിട്ടുമെന്നുള്ളൊരു തെറ്റിദ്ധാരണ പല പാർട്ടികൾക്കും ഉണ്ടാവും. അതൊരു മരീചിക മാത്രമാണ്. മരുഭൂമിയിൽ നമ്മളെ പറ്റിക്കുന്ന മാതിരി അതൊരു മരീചികയാണ്. പാർലമെൻറ്റ് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷനും തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന സ്ഥാനാർത്ഥികളായിരിക്കും നമുക്ക് കൂടുതൽ നിൽക്കുന്നത്. 10, 200, 300 വോട്ടിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും നല്ല ഭൂരിപക്ഷം ജയിക്കുന്നത്. അതേസമയം നിയമസഭയിൽ പല ഏരിയകളിൽ നിന്നുള്ള ആളായിരിക്കും, ചിലപ്പോൾ മണ്ഡലത്തിലേ ഉള്ള ആളായിരിക്കില്ല വന്ന് നിൽക്കുന്നത്, മണ്ഡലത്തിലെ സ്വാധീനമില്ലാത്ത ആളായിരിക്കും വന്ന് നിൽക്കുന്നത്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് അവർ ജയിച്ചു പോയത്. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇതൊരു വൈഡ് സ്പെക്ട്രമാണ്. കാര്യം നാഷണൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് നോക്കിയിട്ട് അതായിരിക്കും ആൾക്കാർ വോട്ട് ചെയ്യുന്നത്.
കാര്യം ഇപ്പോൾ പി കെ വാസുദേവൻ നായരെപ്പോലുള്ള ഒരാൾ CPI-കാരൻ നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ജയിക്കുന്നത് അദ്ദേഹം CPI-കാരനായതുകൊണ്ടല്ല, വേറെ ഏതെങ്കിലും ഒരു CPI-കാരനെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അവിടെ ജയിക്കത്തില്ല. അപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ പോലുള്ള ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അത് ഇൻഡിവിജ്വലിന്റെ മെരിറ്റ് നമ്മൾ നോക്കും. പ്രത്യേകിച്ചും തിരുവനന്തപുരം മണ്ഡലത്തിലെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ച മിക്കവരും വളരെ വലിയ പ്രൊഫൈലുള്ള ആൾക്കാരാണ്. അവർ വരുമ്പോഴത്തേക്ക് ജയിക്കുന്നതാണ്. നമ്മൾ സാറിന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു സമയത്ത് തിരുവനന്തപുരം സീറ്റ് കോൺഗ്രസിൽ ആർക്കും വേണ്ടാതിരുന്ന സമയത്ത് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞാണ് കെ കരുണാകരൻ എടുക്കുന്നതും നിന്നതും ജയിച്ചതും. അപ്പം ഈ ഇലക്ഷനുകൾ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഇത് ബന്ധപ്പെടുത്തിയിട്ടാണ് എനിക്ക് പാർലമെന്റ് ഇലക്ഷനിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലം, അതുകൊണ്ട് ഞാൻ അവിടെ മത്സരിക്കുമെന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. കാര്യം നേമം മണ്ഡലത്തെ പറ്റിയിട്ട് നേമം മണ്ഡലത്തിന്റെ ജോഗ്രഫി വളരെ വലുതാണ്. കടൽ തൊട്ട് മല വരെ ചേരുന്ന ഒരു സ്ഥലമാണ്. മൂക്കുന്നി മല തൊട്ട് അറബിക്കടൽ വരെ ചേരുന്ന ഒരു സ്ഥലമാണ് കിടക്കുന്നത്. അതിലെ ഈ ഭീമാപ്പള്ളിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഭീമാപ്പള്ളി അത് പിന്നെ BJPക്ക് അപകടകരമായ ഒരവസ്ഥയാണ്. ഭീമാപ്പള്ളി എന്ന് പറയുന്ന മണ്ഡലം ഭീമാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം വാർഡ് തന്നെ. ആ വാർഡ് BJPക്ക് മാത്രമല്ല അത് പ്രശ്നമായിട്ടുള്ളത്, ഈ നിയമസഭയിൽ മാത്രമല്ല പ്രശ്നമായിട്ടുള്ളത്, പാർലമെന്റ് ഇലക്ഷനിലും പലപ്പോഴും ശശി തരൂർ ജയിച്ചു കയറിയിട്ടുള്ളത് ഭീമാപ്പള്ളിയിലെ വോട്ടെണ്ണുമ്പോഴത്തേക്കാണ്. അപ്പോൾ ഇവിടെ ഭീമാപ്പള്ളി വാർഡിലെ ഭീമാപ്പള്ളിയുടെ ആ ഒരു ഏരിയയിലെ വാർഡെന്ന് മാറില്ല, കാര്യം ഭീമാപ്പള്ളി വരുന്നുണ്ട്, അതിൻ്റെ കൂടെ മാണിക്യവിളകം വരുന്നുണ്ട്. ഈ ഏരിയകളിൽ സംഭവിക്കുന്നത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ മസ്ജിദുകളും പള്ളികളും ഒരുമിച്ച് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ നോക്കുന്നത് BJP ജയിക്കും എന്ന് കാണുന്ന ഒരു സാഹചര്യം വരുമ്പോൾ രണ്ടാമത് നിൽക്കുന്ന ആളെ ഒന്നാമതാക്കാൻ വേണ്ടിയിട്ട് ഈ വോട്ടുകൾ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. ഈ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നുള്ള വാക്ക് പണ്ട് കെ കരുണാകരൻ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊടുത്തേക്കുന്ന ഒരു സംഭാവന ചെയ്ത വാക്കാണ്. അപ്പോൾ ഇത് BJPക്കെതിരായിട്ട് ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ് മാണിക്യവിളാകം, പൂന്തുറ, ഭീമാപ്പള്ളി വാർഡ്, 2-3 വാർഡുകൾ നമ്മളവിടെ പറയണം. അവര് തീവ്രമായിട്ടുള്ള BJP വിരുദ്ധ ക്യാമ്പിൽ, അത് ഏത് ക്യാമ്പിലായാലും പോകാൻ അവർ തയ്യാറാണ്. ഇത് തിരുവനന്തപുരം പാർലമെന്റ് ഇലക്ഷന്റെ എപ്പോഴും നിർണായകമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ മുമ്പ് വെസ്റ്റിന്റെ ഭാഗമായിരുന്ന സ്ഥലങ്ങളാണ് എടുത്തിട്ട് നേമം മണ്ഡലത്തിനോട് ചേർക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ നേമം മണ്ഡലത്തിന്റെ പൊളിറ്റിക്സ് ഇപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ പോലുള്ളവർ ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ അത് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നേമം BJPക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലം അല്ല. അല്ല പിന്നെ എന്തുകൊണ്ടാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്? 2016 ഒരു വിജയം ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രം, അതുകൊണ്ട് മാത്രമല്ല, അത് വേറെ ഒരു മെറിറ്റും നമ്മളവിടെ കാണുന്നില്ല. കാര്യം അവിടെ ഈ നേമം മണ്ഡലത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി നാടാർ കമ്മ്യൂണിറ്റിക്ക് വളരെ പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ് നേമം മണ്ഡലം. നേമം മണ്ഡലത്തെ ഒരു കാലത്ത് പ്രതിനിധീകരിച്ച ഒരു മുഴുവനും നാടാർ സമുദായത്തിൽ നിന്നുള്ളവരാണ്, ശക്തനായാലും മറ്റു പലരായാലും. അതേസമയം ശ്രീ ശക്തൻ നാടാരെ പോലുള്ള ഒരു നേതാവിനെ കോൺഗ്രസ് കെ മുരളീധരന് പകരം ശക്തൻ നാടാരെ പോലുള്ളൊരു നേതാവിനെ ആയിരുന്നു കഴിഞ്ഞ തവണ നേമത്ത് പരിഗണിച്ചിരുന്നത് കോൺഗ്രസ് എങ്കിൽ വിജയം വേറൊന്നാവുമായിരുന്നു. അത് വീണ്ടും ഉണ്ടാകണമെന്നില്ലല്ലേ? വീണ്ടും ഉണ്ടായിക്കൂടാന്നില്ല. കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അവിടെ വിജയ സാധ്യതയുള്ള നല്ല നേതാക്കളിൽ ഒരാൾ ശ്രീ ശക്തനാണ്. കാര്യം ശക്തൻ തിരുവനന്തപുരത്തെ കോവളത്തെയും നേമത്തെയൊക്കെ പൊളിറ്റിക്സിൽ എനിക്ക് തോന്നുന്നു 78 തൊട്ട് അദ്ദേഹം അവിടെ സജീവമാണ്. പ്രത്യേകിച്ചും ഈ മണ്ഡലങ്ങളെ നമ്മുടെ പാലയിൽ മാണി മണ്ഡലത്തെ കെയർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ കൊട്ടാരക്കര ബാലകൃഷ്ണപിള്ള നോക്കുന്ന മാതിരി നേമം മണ്ഡലത്തിന്റെ കയ്യിൽ വെച്ച്, കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഒരു വിഭാഗത്തിനെ തന്നെ മണ്ഡല കാര്യത്തിന് വേണ്ടി മാത്രം അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഒരു 3-4 പേരെ പുള്ളിക്കാരൻ പ്രത്യേകിച്ച് നിയോഗിച്ചിരുന്നു. ആ മണ്ഡലത്തിൽ ഏത് കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അദ്ദേഹത്തെ പോയി കണ്ടാൽ അദ്ദേഹത്തിന് ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. ആ മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി മാത്രം 3-4 പേഴ്സണൽ സ്റ്റാഫിനെ ശ്രീ ശക്തൻ നിയോഗിച്ചിരുന്നു. അല്ല, ഇതിനകത്ത് ഈ പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേമത്തെ വാർഡുകളിൽ നിന്ന് BJP കയറി വന്നത്? അല്ല, BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കേരളത്തിൽ കൊടുത്തത് ഈ BJPയുടെ എല്ലാ വാർഡ് കൗൺസിലർമാരുടെയും വീട്ടിൽ ഒട്ടിച്ചു വെക്കേണ്ടത് ആര്യ രാജേന്ദ്രൻ ഈ വീട്ടിന്റെ ഐശ്വര്യം എന്നാണ്. അപ്പൊ ആ വോട്ട് UDFന് പോയില്ല. അപ്പം അങ്ങനെ ഒരു വിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെങ്കിൽ അത് അല്ല, ഈ 10 സീറ്റിൽ നിൽക്കുന്ന UDF എപ്പോഴെങ്കിലും ഇത്
കേരളത്തിൽ അത് സാറ് തിരുവനന്തപുരത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ശ്രീ വി എസ് ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നല്ലൊരു ഡീല് മുമ്പ് നടന്നിട്ടുണ്ട്. ആ ഡീലിലാണ് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ് വളരെ പുറകോട്ട് പോയതും ആ സീറ്റുകളിലെല്ലാം BJP ജയിച്ചു കയറിയതും. അവരൊക്കെ പഴയ കോൺഗ്രസ്സിലെ ആൾക്കാർ തന്നെയാണ് BJPയിൽ ചെന്നതും ജയിച്ചു കയറിയതില്ല. അപ്പം അസംബ്ലി നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് ലോക്കലായിട്ടുള്ള വാർഡ് നോക്കുന്ന ആരാണെന്ന് നോക്കിയിട്ടൊക്കെയാണ് ആൾക്കാർ വോട്ട് ചെയ്തത്. BJPക്ക് അനുകൂലമായിട്ടൊരു സർജ് ഉണ്ടായി, പക്ഷേ അത് 50 വരെ എത്താനേ പറ്റിയിട്ടുള്ളൂ. അവർ വലിയ ഭൂരിപക്ഷം നേടി വിജയിച്ച ഒരു സ്ഥലമല്ല. അപ്പോൾ ഈ സ്ഥലങ്ങൾ, ഈ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥലങ്ങളിൽ BJPക്ക് ജയിക്കാൻ സാധിച്ചു. പൊങ്കാലയും BJPയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ. കാര്യം ഈ പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ CPMനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഏരിയകളിൽ BJPക്ക് ജയിക്കാനുള്ള സാധ്യത ഉണ്ടായത്. ഇത് നിയമമണ്ഡലത്തിൽ പെടുന്നു എന്നുള്ളത് വേറൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇപ്പം അസംബ്ലി നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ ജയിച്ചത് കൊണ്ട് മാത്രം അടുത്ത അസംബ്ലി ഇലക്ഷനിൽ ജയിച്ചോളണമെന്നില്ല. കാര്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ഭീമാപ്പള്ളി, മാണിക്യവിളാകം, പൂന്തുറ എന്ന് പറയുന്ന വാർഡുകൾ BJPക്ക് എപ്പോഴും തലവേദന ആയിട്ടുള്ള ഒരു വാർഡുകളാണെന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. അത് ഈ നിയമത്തെ വോട്ടെണ്ണൽ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അത് ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.